സംഖ്യാബന്ധങ്ങൾ നമ്പർ റിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നോക്കിയാലോ. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് കാണാം. ഈ കൂട്ടത്തിൽ നിന്ന് 2 കൊണ്ടും 10 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന, പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെ എന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം വരുന്നത്. അതായത് മുകളിൽ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്ന് 2 കൊണ്ടും 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഡിവിസിബിൾ ബൈ 2 and 10. അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ നമ്പർ നോക്കാം. ആദ്യത്തെ നമ്പറിന്റെ അവസാനം എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? 8ൽ അവസാനിക്കുന്നു. 8 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ 2 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും, 10 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് 10 കൊണ്ട് പറ്റുന്നില്ല? കാരണം 10 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അവസാനത്തെ സംഖ്യ എന്ത് വരണം? 0 വരണം. ഓക്കെ, രണ്ടാമത്തെ നമ്പർ നോക്കുക. രണ്ടാമത്തെ നമ്പറിന്റെ അവസാനത്തെ അക്കം 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് 2 കൊണ്ടും ഹരിക്കാം, 10 കൊണ്ടും ഹരിക്കാം. 0 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ് അല്ലെ, ഒരു ഇരട്ട സംഖ്യ. 10 എന്ന് പറയുന്നതൊക്കെ ഇരട്ട സംഖ്യയാണ്. അപ്പൊ 0ൽ അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരട്ട സംഖ്യ ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പൊ അത് ഇരട്ട സംഖ്യയാണ്. 0ൽ അവസാനിക്കുന്നതുകൊണ്ട് 10 കൊണ്ടും ഹരിക്കാൻ പറ്റും. അത് 2 കൊണ്ടും 10 കൊണ്ടും പറ്റും. അടുത്ത നമ്പർ അതേപോലെ 0ലാണ് അവസാനിക്കുന്നത്. അതും ഇതേപോലെ തന്നെ 2 കൊണ്ടും ഹരിക്കാം, 10 കൊണ്ടും ഹരിക്കാം. ഇനി അവസാനത്തെ നമ്പർ അവസാനിക്കുന്നത് എത്രയിലാണ്? 3ലാണ് അല്ലെ? അവസാനത്തെ നമ്പർ അവസാനിക്കുന്നത് 3ലാണ്. ഇത് ഒരു ഇരട്ട സംഖ്യ അല്ല അല്ലെ. 3 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 0 അല്ല, അവസാനത്തെ സംഖ്യ 0 അല്ല. അതുകൊണ്ട് 10 കൊണ്ടും ഹരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്ന 2 ആൾക്കാരേ ഉള്ളൂ. അത് ആരൊക്കെയാണ്? നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 280, 320. ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. ഇതേപോലുള്ള ചോദ്യങ്ങളും മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ പൃഥ്വി ബാച്ചിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിലേക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അടിപൊളിയായിട്ട് നമുക്ക് റിവൈസ് ചെയ്ത് ആനുവൽ എക്സാം തകർത്തെഴുതാം.